السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അൽ ഹാഫിദ് നവവി റഹിമഹുല്ലാഹു തആലയുടെ വളരെ പ്രസിദ്ധമായ ഹദീസ് സമാഹാരം അൽ അർബഊന നവവിയ്യ എന്ന ഗ്രന്ഥത്തിലെ ഹദീസുകളാണ് നാം വായിച്ചു പോരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി ആദ്യത്തെ 29 ഹദീസുകളാണ് നമുക്ക് വായിക്കാൻ സാധിച്ചത്. 30ാമത്തെ ഹദീസാണ് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് ആരംഭിക്കേണ്ടത്. ഹദീസ് കേൾക്കാം. ഫഅൻ അബി സഅലബത അൽ-ഖുശനി റളിയല്ലാഹു അൻഹു قال النووي جرثوم بن ناشر رضي الله عنه عن النبي صلى الله عليه وسلم قال إن الله فرض فرائض فلا تضيئوها وحد حدودا فلا تعتدوها وحرم أشياء فلا تنتهكوها وسكت عن أشياء رحمة لكم غير نسيان فلا تبحثوا عنها. حديث حسن رواه الدارقطني وغيره. സഹോദരങ്ങളെ, 30ാമത്തെ ഈ ഹദീസ് മഹാന്മാരായ ചില പണ്ഡിതന്മാർ ദീനുൽ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഹദീസുകളിൽ എണ്ണിയിട്ടുള്ളൊരു ഹദീസാണ്. നമ്മൾ പലപ്പോഴും അർബഊന നവവിയ്യയുടെ ഓരോ ഹദീസുകൾ പറയുമ്പോഴും ഈ രൂപത്തിലേതെങ്കിലും ആലിമീങ്ങൾ ആ ഹദീസിനെ ദീനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഹദീസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നാം കേട്ടിട്ടുണ്ടാകും. അത് നാം ആമുഖത്തിൽ പറഞ്ഞതുപോലെയാണ്. കാരണം അൽ ഹാഫിദ് നവവി റഹിമഹുല്ലാഹ് ദീനിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന 42 ഹദീസുകളാണ് അദ്ദേഹത്തിൻ്റെ ഈ ഹദീസ് സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ഹദീസിനും അത്രയേറെ പ്രാധാന്യം, ദീനിൻ്റെ ഒരുപാട് വിഷയങ്ങൾക്കുള്ള അടിസ്ഥാനമായി അവലംബിക്കാവുന്ന ഹദീസുകളാണ് എന്ന് കാണാൻ സാധിക്കും. ഈ ഹദീസ് ഇതിൻ്റെ സിഹത്തിനെ കുറിച്ച്, ഇത് സ്വീകാര്യയോഗ്യമാണോ അല്ലേ എന്നുള്ള വിഷയത്തിനെക്കുറിച്ച് പണ്ഡിതന്മാർ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇമാം നവവി റഹിമഹുല്ലാഹ് അത് ഹസനാണ് അഥവാ സ്വീകാര്യയോഗ്യമായ ഹദീസാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം ദാറുഖുത്നി അദ്ദേഹം ഇത് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതല്ലാത്ത ഉലമാക്കളും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ചില ഉലമാക്കൾ ഇത് സഹീഹാണ് എന്ന് പറഞ്ഞപ്പോൾ മറ്റ് ഒരുപാട് പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ പരമ്പര സഹീഹല്ല എന്നാണ് പറയുന്നത്. അഥവാ സഹാബിയായ ഈ അബൂ സഅലബ അൽ-ഖുശനി റളിയല്ലാഹു അൻഹുവിൽ നിന്നും കേട്ടു എന്ന് പറയപ്പെടുന്ന മഖ്ഹൂൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അവരുടെ തമ്മിലൊരു വിടവുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ പരമ്പര പരിശോധിക്കുക. അപ്പോൾ ഈ മഖ്ഹൂൽ റഹിമഹുല്ലാഹ് അബൂ സഅലബ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഹദീസ് മുൻഖത്തി ആണ്, അത് അതിൻ്റെ പരമ്പരയിൽ മുറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് സ്വീകാര്യയോഗ്യമല്ല എന്നാണ് ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. സമാനമായ ഹദീസ് അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അത്ത്-തബറാനി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഹദീസിലും ഇതുപോലെയുള്ള ദുർബലതയുണ്ട് എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഈ ഹദീസിൽ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വഴിയെ വിശദീകരിക്കും. ആ 4 കാര്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അതിൻ്റെ 4ൻ്റെയും അർത്ഥവും ഉദ്ദേശവുമെല്ലാം ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ യോജിക്കുന്നതും സഹീഹായതുമാണ്. അത്തരം ഹദീസുകൾ അവർ പറയാറുള്ളത് ദഈഫുൽ ഇസ്നാദ് സഹീഹുൽ മഅന എന്ന് പറയും. അഥവാ ഇസ്നാദ് അതിൻ്റെ പരമ്പരയിൽ ദുർബലതയുണ്ട്. പരമ്പര നോക്കുകയാണെങ്കിൽ അതിൽ ദുർബലതയുണ്ട്. അത് കണ്ണിയൊത്ത പരമ്പര ആയിരിക്കുകയില്ല, മുറിഞ്ഞു പോയിട്ടുണ്ടാകും. പക്ഷേ സഹീഹുൽ മഅന, അതിൻ്റെ അർത്ഥം അത് ശരിയാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവർ പറയും അതിൻ്റെ റിവായത്ത് ദഈഫാണെങ്കിലും അതിൻ്റെ ദിറായത്ത് സഹീഹാണ്. അതിൻ്റെ പരമ്പര അതിൽ ദഅഫുണ്ടെങ്കിൽ, ദുർബലതയുണ്ടെങ്കിലും അതിൻ്റെ മത്തിന് അത് സഹീഹാണ്. അതിൻ്റെ ഉള്ളിൽ ആശയം സഹീഹാണ്. അതിലുള്ള ഒരു ആശയവും ദീനിനോട് യോജിക്കാത്തതായ കാര്യമില്ല. മറ്റു പല തെളിവുകൾ കൊണ്ടും യോജിക്കുന്ന കാര്യങ്ങൾ മാത്രം തന്നെയായിരിക്കും ഈ ഹദീസിലും ഉള്ളത് എന്നുള്ളതാണ്. സഹാബിയെക്കുറിച്ച് അബൂ സഅലബ അൽ-ഖുശനി ജുർസൂം ബിൻ നാഷിർ, ഇവിടെ നവവി റഹിമഹുല്ലാഹ് ആ സഹാബിയുടെ പേര് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ജുർസൂം ബിൻ നാഷിർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ് പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നും അദ്ദേഹം ശരിയായി മനസ്സിലാക്കിയിട്ടുള്ള പേര് തിരഞ്ഞെടുത്തിട്ടുള്ളതാകാം എന്നാണ് ഉലമാക്കൾ പറയുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട്, ഇദ്ദേഹത്തിൻ്റെ പേരും ഇദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേരുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ചർച്ചയുണ്ട്. പല ഉലമാക്കളും ഇദ്ദേഹത്തിൻ്റെ പേര് ഇന്നതാണ് എന്ന് സ്ഥിരപ്പെടുത്തിയിട്ടില്ല. ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ പേര് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് സംശയമുണ്ട്. എന്താ, കുനിയത്ത് അറിയാം, അബൂ സഅലബയാണ്, പക്ഷെ പേരെന്താണ് എന്നുള്ളതിൽ അവർക്ക് പല അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് കാണാൻ സാധിക്കും.
ചിലർ പറഞ്ഞു ജുർഹും ഇബ്നു നാഷിർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, വേറെ ചിലർ ഇബ്നു നാഷിബ് എന്നാണ്, വേറെ ചിലർ ഇബ്നു ലാഷിർ എന്നാണ്. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉലമാക്കൾ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അറിയപ്പെട്ട സ്വഹാബിയാണ്. ഹുദൈബിയ സന്ധിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രസിദ്ധമായ ബൈഅത്തു റിദ്വാനിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഒരു മരത്തിന്റെ താഴെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുപാട് സഹാബികൾ മരണം വരെ യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരാറാണ് ബൈഅത്തു റിദ്വാൻ എന്ന് പേരിൽ അറിയപ്പെട്ടത്. അല്ലാഹു തആല ആ ബൈഅത്തിൽ, ആ ഉടമ്പടിയിൽ ഏർപ്പെട്ട മുഴുവൻ ആളുകളെയും തൃപ്തിപ്പെട്ടു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബൈഅത്തു റിദ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്രയും ശ്രേഷ്ഠരായ സ്വഹാബികളാണ് ആ ബൈഅത്തു റിദ്വാനിൽ ഉണ്ടായത്. 1000-ലധികം സ്വഹാബികൾ അന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഗോത്രത്തിലേക്ക് ഈ സ്വഹാബി അബൂ സഅലബ റളിയല്ലാഹു അൻഹുവിനെ ദീനി ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യാൽ ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുമുണ്ട് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും 40ഓളം ഹദീസുകൾ ഈ സ്വഹാബി റിവായത്ത് ചെയ്തിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നു, ഇന്നല്ലാഹ ഫറദൽ ഫറാഇൽ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഫർളായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫർളായ കാര്യങ്ങൾക്ക് പണ്ഡിതന്മാർ 2 രൂപത്തിലുള്ള വിശദീകരണങ്ങൾ, അതിന്റെ നിർവചനങ്ങൾ അവർ പറയാറുണ്ട്. ഒന്ന് അവർ പറഞ്ഞത് മാ തലബല്ലാഹു ഫിഅലഹു തലബൻ ജാസിമൻ എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധ ബുദ്ധിയാൽ, അഥവാ ഒരാൾ നിർബന്ധമായും ചെയ്യണമെന്നുള്ള നിലക്ക് അള്ളാഹു അവന്റെ അടിമകളോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യത്തിനാണ് ഫർൾ എന്ന് പറയുന്നത്. അത് അള്ളാഹു ഖുർആനിലൂടെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെയോ അതോ ഹദീസിലൂടെയോ നമ്മെ അറിയിച്ചിരിക്കും. അതാണ് ഫർൾ എന്ന് പറയുന്നത്. നിർബന്ധമായി നമ്മളത് ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് എന്തല്ല, മുസ്തഹബായ കാര്യങ്ങൾ അതിൽ നിന്ന് മാറി. കാരണം മുസ്തഹബായ കാര്യം, സുന്നത്തായ കാര്യങ്ങൾ അതിൽ വരികയില്ല. ഇപ്പൊ ഫർള് നിസ്കാരങ്ങൾ, 5 നേരത്തെ നിസ്കാരങ്ങൾ അത് ഫർളാണ്. എന്നാൽ അതിനോടൊപ്പമുള്ള റവാത്തിബുകൾ അത് ഫർളല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. വേറൊരു നിലക്ക് പണ്ഡിതന്മാർ ഫർളിന് കൊടുത്തിട്ടുള്ള നിർവചനം എന്ന് പറയുന്നത്, ഫർളാകട്ടെ വാജിബാകട്ടെ മാ യുസാബു ഫാഇലുഹു ഇംതിസാലൻ വയസ്തഹിഖു താരിഖുഹു ഖസ്ദൻ മുത്ലഖൻ അൽ ഇഖാബ് എന്നാണ് അവർ പറയാറുള്ളത്. അഥവാ ഫർള് അല്ലെങ്കിൽ വാജിബ് എന്ന് പറയുന്നത് മാ യുസാബു ഫാഇലുഹു, അത് ചെയ്ത ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. ഇംതിസാലൻ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ച ഒരാൾ ചെയ്യണം, ഇഖ്ലാസോടുകൂടി ചെയ്യേണ്ടതുണ്ട്. 5 നേരത്തെ നിസ്കാരം തന്നെ ആണെങ്കിലും മാ യുസാബു ഫാഇലുഹു മുത്ലഖൻ അല്ല, നിരുപാധികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പ്രതിഫലം നൽകുന്നില്ല. ഇംതിസാലൻ, അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി, ആരെയും കാണിക്കാനല്ല, മറ്റൊരു ഉദ്ദേശവും അതിന്റെ പിന്നിലില്ല, അള്ളാഹുക്ക് വേണ്ടി മാത്രം അങ്ങനെ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകും. അതാണ് ഫർള് എന്ന് പറയുന്നത്. വയസ്തഹിഖു താരിഖുഹു ഖസ്ദൻ, ഒരാൾ മനഃപൂർവ്വം അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ എന്തുണ്ട്? ശിക്ഷയുണ്ട്. മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ശിക്ഷയുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് സഹോദരങ്ങളെ ഫർളിന് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള നിർവചനം. പിന്നീട് നമ്മൾ ഫർള് എന്നും വാജിബും എന്നൊക്കെ ദീനിൽ കേൾക്കാറുണ്ട്. ചില ഉലമാക്കളുടെ അടുക്കൽ അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഫർള് എന്ന് പറയുന്നത് വാജിബും എന്തും ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. വേറെ ചില ഉലമാക്കൾ അതിന് ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. ഫർള് എന്ന് പറയുന്നത് മറവി കൊണ്ടോ അതല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ അത് നമുക്ക് നമ്മുടെ നമുക്കൊന്നും അതിന്റെ ബാധ്യത ഒഴിവാകുന്നില്ല. അതാണ് ഫർള് എന്ന് പറയുന്നത്. നമ്മൾ മറന്നിട്ട് നഷ്ടപ്പെട്ടാലും ശരി, നമ്മൾ ഓർമ്മ വന്ന് എന്തായാലും ചെയ്തേ പറ്റൂ. അങ്ങനെയുള്ളതിനാണ് ഫർള് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റുക്കൻ എന്നൊക്കെ അവർ അതിന് പറയാറുണ്ട്. ഇപ്പൊ നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതൽ റുക്കനാണ് അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ്, നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതൽ റുക്കനാണ്. നമ്മൾ മറന്നുപോയാൽ നമുക്ക് പിന്നീട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഓർമ്മ വന്നാലോ, ഒരുപാട് നേരം കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കാരം മാറ്റി നിസ്കരിക്കണം. മറന്നുകൊണ്ട് കുഴപ്പമില്ല എന്നല്ല. അപ്പം അതാണ് ഫർള് എന്ന് പറയുന്നത്. അതല്ലാത്ത കാര്യത്തിനാണ് വാജിബ് എന്ന് പറയുന്നത്. അത് മറന്നുപോയാൽ നമുക്കതിൽ അളവുണ്ട് അല്ലേ? വാജിബായ കാര്യങ്ങൾ മറന്നിട്ട് പിറ്റേ ദിവസമാണ് ഓർമ്മ വന്നതെങ്കിൽ നമുക്ക് നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടി വരികയില്ല. ഉദാഹരണത്തിന് ഒരാൾ റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് പറഞ്ഞിട്ടില്ല, പിറ്റേന്നാണല്ലോ അടുത്ത വക്തിലാണ് ഓർമ്മ വരുന്നത്, മാറ്റി നിസ്കരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അതാണ് വാജിബ് എന്ന് അങ്ങനെ ചില ഉലമാക്കൾ അങ്ങനെ വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഖുർആനിലും സുന്നത്തിലും നസ്സായിട്ട് വന്നിട്ടുള്ള, നേർക്കുനേരെ വന്നിട്ടുള്ള കാര്യത്തിനാണ് ഫർള് എന്ന് പറയുക. എന്നാൽ ചില ദലാലത്തിലൂടെ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ അത് വാജിബാണെന്ന് അറിയിക്കുന്നു, അങ്ങനെയുള്ള കാര്യത്തിലൂടെ വന്നതാണെങ്കിൽ അതിന് വാജിബ് എന്ന് പറയും. ആ നിലക്കൊക്കെ ചില ഉലമാക്കൾ അതിന് വ്യത്യസ്ത രൂപത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ വലിയ ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഫർളും വാജിബും ഒരേ അർത്ഥത്തിലാണ്. അത് രണ്ടും അത് ഹുവമാ തലബല്ലാഹു ഫിഅലഹു തലബൻ ജാസിമൻ, നിർബന്ധമായും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്നാണ്.
എന്താണ് ഇവിടെ പറഞ്ഞത് ഫർദിന്റെ കാര്യം? ഇന്നല്ലാഹ ഫറള ഫറാഇൽ, ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഫർളാക്കിയിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫലാ തുദയ്യിഊഹ, നിങ്ങൾ അതിനെ പാഴാക്കി കളയരുത് എന്നാണ് പറയുന്നത്. ഫലാ തുദയ്യിഊഹ, നിങ്ങൾ അതിനെ പാഴാക്കി കളയാൻ പാടില്ല. എന്താണ് പാഴാക്കി കളയാൻ പാടില്ല എന്ന് പറയുന്നത്? പണ്ഡിതന്മാർ പറയുന്നു 3 കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഫർളായ കാര്യത്തിൽ 3 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പാഴാക്കി കളയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ലാ തത്രുക്കുഹ അസ്ല, ആ അമലിനെ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. 5 നേരത്തെ നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല, അള്ളാഹു ഫർളാക്കിയതാണ്. റമളാൻ മാസത്തെ നോമ്പ് ഉപേക്ഷിക്കാൻ പാടില്ല, അള്ളാഹു ഫർളാക്കിയതാണ്. സാമ്പത്തികമായ കഴിവ് നൽകിയ ആളുകൾ, അവർക്ക് പറയപ്പെട്ട തോതിൽ പറയപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യണം? സക്കാത്ത് അത് കൊടുക്കണം, നിർബന്ധമാണ്. അത് ഉപേക്ഷിക്കാൻ പാടില്ല, ശിക്ഷിക്കപ്പെടും. ഫലാ തുദയ്യിഊഹ, അത് ഉപേക്ഷിക്കാൻ പാടില്ല, പ്രവൃത്തി ഉപേക്ഷിക്കാൻ പാടില്ല. രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞത് ഫലാ തുദയ്യിഊഹ എന്ന് പറഞ്ഞാൽ ഐ വലാ തത്രുകൂഹ ശുറൂതഹ വ അർക്കാനഹ വ വാജിബാതിഹ, അതിന്റെ ഷർത്തുകളോ റുക്നുകളോ വാജിബാത്തുകളോ നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ്. ഇപ്പൊ നിസ്കാരം ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിസ്കാരം അത് ഉപേക്ഷിക്കുക എന്നുള്ളത് പാടില്ല. അത് ഈ ഫലാ തുദയ്യിഊഹ എന്നതിൽ പെടുന്നതാണ്. അതേപോലെ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, പേരിൽ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ വുളു എടുക്കാതെയൊക്കെയാണ് നിസ്കരിക്കുന്നത്, അല്ലെങ്കിൽ നജസൊന്നും വൃത്തിയാക്കാതെയാണ് നിസ്കരിക്കുന്നത്, അതിന്റെ ഷർത്ത് പാലിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഷർത്ത് പാലിക്കുന്നതിന് ചില റുക്കുനുകളൊന്നും പാലിക്കുന്നില്ല, റുക്കുവൊന്നും ശരിക്കും ചെയ്യുന്നില്ല, സുജൂദൊന്നും ചെയ്യുന്നില്ല, ആ നിലക്കൊക്കെയാണ് ഒരാൾ ഇപ്പോൾ ചെയ്യുന്നതെങ്കിലോ അതൊക്കെ ഈ പാഴാക്കലിൽ പെടുന്നതാണ്. നിസ്കാരം പാഴാക്കി കളയുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. ഇനി വാജിബാണെങ്കിൽ പോലും ഒരാൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചാലോ നിസ്കാരം ബാത്തിലായി പോകും. ഇതൊക്കെ ഫലാ തുദയ്യിഊഹ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒന്ന്, പാടെ ഉപേക്ഷിക്കാൻ പാടില്ല. 2, അതിന്റെ ഷർത്തോ റുക്കുനോ വാജിബോ ഒന്നും ഒരാൾ ഉപേക്ഷിക്കാൻ പാടില്ല. മൂന്നാമത്തത് വലാ തത്രുകു അൽ ഇഖ്ലാസ ഫീഹാ, അതിലുള്ള ഇഖ്ലാസ് നീ നഷ്ടപ്പെടുത്തരുത്. ഇഖ്ലാസ് നഷ്ടപ്പെടുത്തരുത്, മറ്റൊരാൾക്ക് വേണ്ടി നീ ചെയ്താൽ അത് പാഴാക്കുന്നതിന് തുല്യമാണ്. ഫലാ തുദയ്യിഊഹ എന്ന് പറയുന്ന വിലക്കിൽ അത് പെടുന്നുണ്ട്. നീ ഇഖ്ലാസ് ഇല്ലാതെയാണ് ഒരു അമൽ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യാത്തതിന് തുല്യമാണ്. മാത്രമല്ല ശിക്ഷ ലഭിക്കുന്ന കാര്യമായി മാറും. 5 നേരത്തെ നിസ്കാരം ഒരാൾ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നു, ഏതൊരു പ്രവർത്തനവും അത് മറ്റൊരാൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് പാഴാക്കി കളഞ്ഞു എന്ന് മാത്രമല്ല അതിന് ശിക്ഷ കൂടി ലഭിക്കുന്ന കാര്യമായി തീരുന്നതാണ്. അതാണ് ഫലാ തുദയ്യിഊഹ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അപ്പൊ 3 കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അത് പാടെ ഉപേക്ഷിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ അതിന്റെ ഷർത്തോ റുക്കുനോ വാജിബോ ഉപേക്ഷിക്കരുത്, അതല്ലെങ്കിൽ അതിൽ ഇഖ്ലാസ് അത് നീ ഉപേക്ഷിക്കരുത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. പിന്നീട് പറഞ്ഞു വഹദ്ദ ഹുദൂദൻ ഫലാ തഅതദൂഹ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ ചില അതിർവരമ്പുകൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതിനാണ് ഹുദൂദ്, ഹദ്ദുകൾ എന്ന് പറയുന്നത്. ഫലാ തഅതദൂഹ, അത് നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. അല്ലാഹു തആല പറയുന്നത് ആ ഹദ്ദുകൾ ലംഘിക്കാൻ പാടില്ല എന്നാണ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഹദ്ദുകൾ? പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട 4 അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഹദ്ദുകൾ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ അതിർവരമ്പുകൾ എന്നൊക്കെ പറയുന്ന ആ ഹദ് എന്താണ്? 4 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അവർ പറഞ്ഞു മാ അദിനല്ലാഹു ഫീഹി, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുമതി നൽകിയിട്ടുള്ള കാര്യം, അതാണ് അതിർവരമ്പുകൾ. എന്തൊക്കെയാണ് അല്ലാഹു തആല അനുമതി നൽകിയത്? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചെയ്യാൻ പറഞ്ഞത് അല്ലെങ്കിൽ ചെയ്യാൻ അനുവാദം നൽകിയിട്ടുള്ളത് അത് 3 കാര്യങ്ങളാണ്. ഒന്ന്, വാജിബായ കാര്യമാണ്, അത് അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളതാണ്. 2, മുസ്തഹബായ കാര്യമാണ്, അത് അല്ലാഹു തആല നമ്മോട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്, വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. 3, മുബാഹായ കാര്യമാണ്, അഥവാ ചെയ്താൽ പ്രത്യേക പ്രതിഫലം എടുത്തു പറഞ്ഞിട്ടില്ല, ഉപേക്ഷിച്ചാൽ അതിന് കുറ്റവുമില്ല, അങ്ങനെ മുബാഹായ കാര്യങ്ങൾ. ഇതെല്ലാം അല്ലാഹു തആല അനുമതി നൽകിയ കാര്യങ്ങളിൽ നിൽക്കുന്നുണ്ട്. ഫലാ തഅതദൂഹ, അതിനപ്പുറത്തേക്ക് പോകരുത്, അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകാൻ പാടില്ല, ആ പരിധി നിങ്ങൾ ലംഘിക്കാൻ പാടില്ല എന്നാണ്. ഇത് 3-ൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ 3-ൽ ഒതുങ്ങി നിൽക്കണം, ഇതിനപ്പുറത്തേക്ക് പോകരുത്. ഒന്നുകിൽ ചെയ്യുന്നത് വാജിബായ കാര്യമായിരിക്കണം, അതല്ലെങ്കിൽ മുസ്തഹബായ കാര്യമായിരിക്കണം, അല്ലെങ്കിൽ ഒരു മുബാഹായ കാര്യമായിരിക്കണം. ആ പരിധിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. അല്ലാഹു തആല പറഞ്ഞതുപോലെ തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഅതദൂഹ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അതിർവരമ്പുകളാണ്, അത് നിങ്ങൾ ലംഘിക്കാൻ പാടില്ല എന്നാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ ഹുദൂദുല്ലാഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ ഹുദൂദ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാ നഹല്ലാഹു അൻഹു ഔ മാ ഹറമഹുല്ലാഹു അലാ വജ്ഹിൽ ഖുസൂസ്, അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്കിയിട്ടുള്ള കാര്യമാണ്, പ്രത്യേകമായി നിഷിദ്ധമാക്കിയ ചില കാര്യങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്ന ഹുദൂദുകൾ എന്നാണ് പറയുന്നത്. അഥവാ അവിടെ ഫലാ തഅതദൂഹ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ തഖറബൂഹ വലാ തഫ്അലൂഹ വലാ തകൂനു മിൻ അഹ്ലിഹ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ തെറ്റുകൾ, ആ അതിർവരമ്പുകളോട് അതിന്റെ അടുത്തേക്ക് പോലും നിങ്ങൾ പോകാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അതിന്റെ ആളുകളാകാൻ നിങ്ങൾ പാടില്ല. അല്ലാഹു തആല പറഞ്ഞതുപോലെ തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഖറബൂഹ, അത് അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുള്ള ചില അതിർവരമ്പുകളാണ്, അതിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്നാണ്. നേരത്തെ പറഞ്ഞത് അതിന്റെ അപ്പുറത്തേക്ക് കടക്കരുത് എന്നാണ്, നമ്മൾ അതിന്റെ ഉള്ളിൽ നിൽക്കുക എന്നാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹു അനുമതി നൽകിയ കാര്യങ്ങൾ എന്നാണ്. ഇവിടെ പറഞ്ഞത് അതിനോട് അടുക്കാൻ പോലും പാടില്ല, അത് അപ്പുറത്തുള്ള നിഷിദ്ധങ്ങളാണ്. ആ നിഷിദ്ധത്തിന്റെ ഇങ്ങേക്കരക്കാണ് നിങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ, അതിലേക്ക് നിങ്ങൾ അടുക്കാൻ പോലും പാടില്ല, ചെയ്യാൻ പോലും പാടില്ല
എന്നുള്ള നിലക്കാണ് പറയുന്നത്. മൂന്നാമത്തെ ഒരു അഭിപ്രായം, പല ഉലമാക്കളും ഇത് ശരിയായ ഈ അഭിപ്രായമായി സ്വീകരിച്ചിട്ടുള്ള ഒരു അഭിപ്രായമാണിത്. അൽ ഉഖൂബാത്തുൽ മുഖദ്ദറത്തു ശർആ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ദീനിന്റെ ഹദ്ദുകൾ. നമ്മൾ പൊതുവെ ഹദ് എന്ന് പറയും. അതോ വ്യഭിചാരിയെ അവൻ കല്യാണം കഴിച്ചവനാണെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലുക സാക്ഷികളുണ്ടെങ്കിൽ എന്നതുപോലെ, അതല്ലെങ്കിൽ അല്ലാത്തവനാണെങ്കിൽ അവനെ എറിയുക, ചാട്ടാവറ കൊണ്ട് അടിക്കുക എന്നുള്ളതുപോലെ, മോഷ്ടാവിന്റെ കൈവെട്ടുക പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരം ഹദ്ദുകൾ, ഇത് പ്രതിക്രിയകൾ, ഇസ്ലാമിലുള്ള പ്രതിക്രിയകൾ, ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. എങ്കിൽ ഈ പറഞ്ഞ കൽപ്പന അത് അതിന്റെ കൈകാര്യകർത്തൃത്വമുള്ള ഭരണാധികാരികളോടും മറ്റുമൊക്കെയാണ്. ഫലാ തഅ്തദൂഹ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഈ കാര്യങ്ങളെ വിട്ട് നിങ്ങൾ വേറെ തേടി പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊല്ലാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ജയിലിലിട്ടത് കൊണ്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മോഷ്ടാവിന്റെ കൈവെട്ടാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ ഫൈൻ അടപ്പിച്ചുകൊണ്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾ ചെയ്യണം. അതിൽ കുറക്കാനും പാടില്ല, കൂട്ടാനും പാടില്ല. അല്ലാഹു 80 അടി പറഞ്ഞാൽ കുറച്ച് 160 അടി കൊടുക്കണം എന്നൊരാൾക്ക് തീരുമാനം എടുക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെയുള്ള രംഗത്ത് എങ്ങനെയാണ് വേണ്ടത് എന്ന നിലക്കാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ അഭിപ്രായമായി പറഞ്ഞത് മാ ഖദ്ദറല്ലാഹു ലിൽ ഇബാദാതി മിൻ സിഫത്തിൻ വ സമാനിൻ വ മക്കാൻ, ഇബാദത്തുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേക രൂപങ്ങളും ചില പ്രത്യേക സമയവും ചില പ്രത്യേക സ്ഥലവും ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെ നിങ്ങൾ പരിധി വിട്ടു പോകാൻ പാടില്ല. ഫലാ തഅ്തദൂഹ എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിന് നമ്മൾ മഗ്രിബ് നിസ്കരിച്ചതിന്റെ രൂപം ഇങ്ങനെയാണ്, 3 റക്അത്താണ് അതിന്റെ രൂപം. ഒരാൾ അത് വിട്ടുകൊണ്ട് 4 റക്അത്ത് നിസ്കരിച്ചാൽ അത് പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു ഹദ്ദാണത്, ഇബാദത്തിനുള്ള ഒരു പരിധിയാണ്. അത് നിങ്ങൾ വിട്ടുപോകാൻ പാടില്ല. അതല്ലെങ്കിൽ സമയം തെറ്റിച്ചു പോകാൻ പാടില്ല. സൂര്യൻ അസ്തമിച്ചിട്ടാണ് നമ്മൾ മഗ്രിബ് നിസ്കരിച്ചത്. ഒരാൾ പറഞ്ഞു എനിക്ക് തിരക്കുണ്ട്, ഞാൻ വൈകുന്നേരം വേഗം തന്നെ നിസ്കരിക്കും എന്ന് പറഞ്ഞ് നിസ്കരിച്ചാൽ അത് പാടില്ല, അത് പാഴായി പോകും, അത് സ്വീകരിക്കപ്പെടുകയില്ല. അതല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് കേൾക്കുന്ന ഒരാളാണെങ്കിൽ അവന് മസ്ജിദിൽ വന്ന് നിസ്കരിക്കേണ്ടതുണ്ട്. വീട്ടിലെ പള്ളിയുടെ തൊട്ടടുത്താണ്, ആ വീട്ടിൽ തന്നെ നിസ്കരിക്കണം, ഞാൻ പള്ളിയിലേക്ക് വരുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഫലാ തഅ്തദൂഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ആ പരിധികൾ നിങ്ങൾ ലംഘിക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വല്ലദി യൽഹറു ലി വല്ലാഹു അലം അന്നൽ അർബഅത മുറാദുഹു, എനിക്ക് മനസ്സിലാകുന്നത് അല്ലാഹു അലം ഈ 4ഉം ഇവിടെ ഉദ്ദേശിക്കപ്പെടാം എന്നാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകിയ കാര്യങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. അത് വാജിബായ കാര്യങ്ങൾ, മുസ്തഹബായ കാര്യങ്ങൾ, മുബാഹായ കാര്യങ്ങൾ, ഇതൊക്കെ ഹുദൂദുകളാണ്, അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ എന്ന് പറഞ്ഞതാണ്. രണ്ടാമത്തെ അല്ലാഹു തആല നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ, ഫലാ തഖ്റബുഹ, അതിന്റെ അടുത്തേക്ക് പോലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ തിന്മകൾക്കും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ചില പ്രതിക്രിയകളുണ്ട്, ഹദ്ദുകളുണ്ട്, അതാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ്. നാലാമത്തത് ഇബാദത്തുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ചില സിഫത്തുകളുണ്ട്, ചില സ്ഥലങ്ങളും ചില സമയങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പരിധി വിട്ട് നിങ്ങൾ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. ഇന്നല്ലാഹ ഫറള ഫറായില ഫലാ തഅ്തദൂഹ എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു വഹറമ അശ്യാഅ ഫലാ തൻതഹികുഹ, അല്ലാഹു ചില കാര്യങ്ങളെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അല്ലാഹു ചില കാര്യങ്ങളെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഫലാ തൻതഹികുഹ, അതിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല, അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നാണ്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹു പറഞ്ഞിട്ടില്ല വഹറമ മുഹറമാത്ത് എന്ന് പറഞ്ഞിട്ടില്ല. ഫർദ് പറഞ്ഞപ്പോൾ ഇന്നല്ലാഹ ഫറള ഫറായിദ്, ഫർദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി എന്ന് പറഞ്ഞു. എന്നാൽ ഹറാമ് പറഞ്ഞപ്പോൾ വഹറമ അഷ്യ, ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചത്? പണ്ഡിതന്മാർ പറയുന്നു, ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ തുലോം കുറവാണ്. നമ്മൾ ഹലാലായ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ വളരെ കുറവാണ്. ആളുകൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ഏതേത് വിഷയങ്ങൾ എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. നമുക്ക് കുടിക്കുന്ന ഒരു വിഷയം എടുത്ത് നോക്കിയാൽ നമുക്ക് കുടിക്കാൻ അനുവദിച്ച കാര്യങ്ങളാണ് കൂടുതലുള്ളത്. എന്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഒരുക്കിയിട്ടുള്ള പാലുകളുണ്ട്, അള്ളാഹു ഒരുക്കിയിട്ടുള്ള പഴച്ചാറുകളുണ്ട്, ഫ്രൂട്ട് അല്ലെ ജ്യൂസുകളുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യന് കുടിക്കാൻ അനുവാദം നൽകിയിട്ടുള്ളത്. അള്ളാഹു ലഹരി ഉണ്ടാക്കുന്ന മദ്യത്തെ നിഷിദ്ധമാക്കി. ബാക്കി ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദമുള്ളതാക്കി മാറ്റി. ഇനി ഭക്ഷണങ്ങളോ നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ അനുവാദമുള്ള കാര്യങ്ങളാണുള്ളത്. പഴവർഗ്ഗങ്ങളാകട്ടെ, പച്ചക്കറികളാകട്ടെ, മാംസങ്ങളാകട്ടെ, മത്സ്യമാകട്ടെ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹലാലാക്കി നൽകി. അള്ളാഹു നിഷിദ്ധമാക്കി നജസായ, മനുഷ്യന് വളരെ ഉപദ്രവം ഉണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കി. പന്നിമാംസവും മയ്യിത്തുകളും അങ്ങനെ ചത്തുപോയ കാര്യങ്ങളും ഒക്കെ, അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറക്കുന്ന അറവുകളൊക്കെ, ഇങ്ങനെ ചില കാര്യങ്ങളാണ് നിഷിദ്ധാക്കിയിട്ടുള്ളത്. അപ്പോൾ ഹറാമായ കാര്യങ്ങൾ ഏത് നിലക്ക് നമ്മൾ നോക്കിയാലും അത് വളരെ കുറവാണ് എന്നാണ്. ഹറാം വളരെ കുറവാണ്. ഹലാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഫർദിന്റെ പറഞ്ഞപ്പോൾ അത് അങ്ങനെ പറഞ്ഞു. ഹറാമ് പറഞ്ഞപ്പോൾ വഹറമ അഷ്യാ, ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കി എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താണ് ഹറാമായ കാര്യങ്ങൾ? എന്താണ് ഫർദ്? നമ്മൾ അവിടെ പറഞ്ഞു
ഹറാമായ കാര്യങ്ങൾ എന്താണ്? അതിനും ചില നിർവചനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നു, മാ ത്വലബല്ലാഹു തർക്കഹു ത്വലബൻ ജാസിമൻ, നിർബന്ധമായി ഉപേക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടുള്ള കാര്യത്തിനാണ് എന്ന് പറയുന്നത് ഹറാമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് മക്രൂഹ് അതിൽ പെടുന്നില്ല. മക്രൂഹായ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ പ്രതിഫലാർഹമാണ്. മക്രൂഹായ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ പ്രതിഫലാർഹമാണ്, പക്ഷെ കുറ്റക്കാരാകുന്നില്ല. ഇശാക്ക് ശേഷം ഒരാൾ ഒരാവശ്യമില്ലാതെ വെറുതെ സംസാരിച്ച് സമയം കളയുക എന്ന് പറയുന്നത് മക്രൂഹായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരാളത് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നില്ല, കാരണം അത് ഹറാമാക്കിയിട്ടില്ല. പക്ഷെ ഒഴിവാക്കിയാൽ നല്ലതാണ്. അപ്പോൾ ഇവിടെ വഹറമ അഷ്യാ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവിടെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റൊരു നിലക്കുള്ള നിർവചനം അവർ പറഞ്ഞിട്ടുള്ളത് മാ യുസാബു താരിഖുഹു വയസ്തഹിഖു ഫാഇലുഹു ഖസ്ദൻ അൽ ഇഖാബ്. അത് ഒഴിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? അയാൾക്ക് പ്രതിഫലം നൽകുന്നുണ്ട്. ഹറാം അങ്ങനെയാണ്, ഒഴിവാക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. അതേപോലെ വയസ്തഹിഖു ഫാഇലുഹു ഖസ്ദൻ അൽ ഇഖാബ്, മനഃപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ശിക്ഷ ലഭിക്കാൻ അത് കാരണമാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാ യുസാബു താരിഖുഹു എന്നാണ് പറയുന്നത്, ഉപേക്ഷിച്ചാൾക്ക് പ്രതിഫലം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാ ആളുകൾക്കും ഉപേക്ഷിച്ചാൽ പ്രതിഫലം കിട്ടുമോ? ഇപ്പം ഒരുപാട് ആളുകൾ തിന്മകൾ ഉപേക്ഷിക്കുന്നുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത് രണ്ട് തരത്തിൽ ഉപേക്ഷിക്കലുണ്ട്. ഒന്ന് യുസാബു ബിന്നിയത്തിൽ ആമാല തർക്കിൽ ഹറാം, അത് പൊതുവായിട്ടുള്ളൊരു ഉപേക്ഷിക്കൽ. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യൂല. മുസ്ലിമീങ്ങളാണ്, നമ്മൾ മുസ്ലിമാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാത്തതുണ്ട്. ആ പൊതുനിലക്ക് മുസ്ലിമാണ് എന്നുള്ള കാരണത്താൽ നിനക്ക് ആ ചെയ്യാത്തതിനൊക്കെ ഒരു പ്രതിഫലം നിനക്കുണ്ട്. പക്ഷെ ഇവിടെ പ്രത്യേകമായി ഉദ്ദേശിക്കുന്ന കാര്യമുണ്ട്. ഒരാൾക്ക് ഒരു പ്രത്യേകമായ തെറ്റ് ചെയ്യാൻ മുന്നിൽ വന്നു, അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർത്തു, അവൻ ആ തെറ്റിൽ നിന്നും മാറി നിന്നാൽ അതിനവൻ പ്രതിഫലമുണ്ട്. അവൻ ചെയ്യാത്ത കാര്യമാണ് അത്, പക്ഷേ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഉപേക്ഷിച്ചത്. ആ ഉപേക്ഷിച്ചതിനും പ്രതിഫലമുണ്ട്, വലിയ പ്രതിഫലമാണുള്ളത്. ഒരാൾക്ക് ഒരു ഹറാമ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഒത്തുവന്നു, പക്ഷെ അവൻ ചെയ്തിട്ടില്ല. യുസാബു താരിഖുഹു, അവൻ അള്ളാഹ്ക്ക് വേണ്ടി അത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതിന് പ്രതിഫലമുണ്ട് എന്നാണ്. എന്നാൽ അത് ചെയ്തു കഴിഞ്ഞാൽ അവന് ശിക്ഷ ലഭിക്കാൻ കാരണമുണ്ട്. ചില ഉലമാക്കൾ നേരെ യുആഖബു താരിഖുഹു നേരെ പറയാറില്ല, യസ്തഹിഖു യസ്തഹിഖുൽ ഇഖാബ് ബിതാരിഖിഹി, അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് അത് കിട്ടുമെന്നാണ് പറഞ്ഞത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനം എടുക്കുക, ഒരാൾ ഒരു കാര്യം ഹറാമ് ചെയ്തിട്ട് ശിക്ഷിക്കണോ വേണ്ടേ എന്നുള്ള അള്ളാഹുവിന്റെ തീരുമാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുക. അള്ളാഹു ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കാം. ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ചില ഹറാമുകളുണ്ട്. ഫലാ തൻതഹികൂഹ, അതിന്റെ അടുക്കലേക്ക് നിങ്ങൾ എത്താൻ പാടില്ല. ഫലാ തഖറബൂഹ വലാ തഫഅലൂഹ, നിങ്ങൾ അതിന്റെ സമീപത്തേക്ക് വരാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉലമാക്കൾ പറയുന്നു, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അവരുടെ ഹറാമുകൾക്കും ഇടയിൽ ഒരു ഹലാലിന്റെ മറ തീർക്കണം എന്നാണ് പറയുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഞാൻ എനിക്കും ഹറാമിനും ഇടയിൽ ഹലാലിന്റെ ഒരു മറ തീർക്കും എന്ന് പറഞ്ഞാൽ ഒരു പരിധി അദ്ദേഹം നിശ്ചയിക്കും. അത് ഹലാൽ തന്നെയാണ്, അത് ചെയ്യൽ പോലും ഹലാലാണ്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യാണ്? ആ ഹലാലിന് തൊട്ടിപ്പുറത്താണ് നിൽക്കുന്നത്, അഥവാ ഹറാമിന് തൊട്ട് അടുത്ത് പോകുന്നില്ല. നമ്മൾ നേരത്തെ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാട്ടിടേന്റെ ഉപമയെ പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ള കാര്യങ്ങളുടെ അടുക്കലേക്ക് പോകുന്നവൻ ഒരാട്ടിടേന്റെ ഉപമയെ പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ആടിനെ കൊണ്ടുപോയി കെട്ടുന്നത്, അല്ലെങ്കിൽ അയാളുടെ അടുത്തുള്ള മൃഗത്തെ കൊണ്ടുപോയി കെട്ടുന്നത് അന്യന്റെ പറമ്പിന്റെ ആ അതിർത്തിയിലാണ്. അത് അന്യന്റെ പറമ്പിൽ പോയി അവിടെയുള്ള ഇലകളും മറ്റും പുല്ലുകളൊക്കെ തിന്നാനുള്ള സാധ്യതയുണ്ട്. അതാണ് സംശയമുള്ള കാര്യങ്ങളുടെ അടുക്കലേക്ക് പോയി നിൽക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ ആയി തീരാൻ പാടില്ല. നമുക്ക് സംശയമുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ വളരെയധികം ദൂരം പാലിക്കണം എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. ഈ ഹദീസിൽ നമ്മൾ അഥവാ ഹറാമുകളോട് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഫലാ തൻതഹികൂഹ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. വസക്കത അൻ അഷ്യാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളെ തൊട്ട് എന്ത് ചെയ്തു? ഒന്നും പറഞ്ഞിട്ടില്ല. വസക്കത അൻ അഷ്യാ, ചില കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും പറഞ്ഞിട്ടില്ല. റഹ്മത്തൻ ലക്കും, അതിന്റെ കാരണം ഹദീസിൽ പറയുന്നുണ്ട്, നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ടാണ്. ഗൈറ നിസ്യാൻ, അല്ലാഹു മറന്നതല്ല. അതിനൊരു ഹുക്മ ദീനിൽ പറയുക എന്നുള്ളത് ഖുർആനിലൂടെ നമുക്ക് അറിയിക്കാതിരുന്നത്, ഹദീസിലൂടെ അതിനെക്കുറിച്ചൊരു ഹുക്മ വരാതിരുന്നത്, അത് ഗൈറ നിസ്യാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറന്നുകൊണ്ട് അത് ഉപേക്ഷിച്ചതല്ല. അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടാവും, അത് അതിനെക്കുറിച്ചൊരു ഹുക്മൊന്നും വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ നിൽക്കുന്ന ചില വിഷയം ഉണ്ടാവും. ഫലാ തബ്ഹസു അൻഹ, നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് വേണ്ടാത്ത അന്വേഷണം നടത്തേണ്ട, ഒരു ചുഴിഞ്ഞ അന്വേഷണം നിങ്ങൾ അതിലേക്ക് നടത്തേണ്ടതില്ല എന്നാണ് പറയുന്നത്. അത് അല്ലാഹു തആല ഹറാമായ കാര്യങ്ങൾ ഹറാമാണ് എന്ന് തന്നെ വളരെ കൃത്യമായി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ ഹറാമ ബയ്യിൻ, തീർച്ചയായും ഹറാമായ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഹലാലായതും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് രണ്ടും പറയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകും, അതിനെക്കുറിച്ച് നിങ്ങൾ ചുയിന്നന്വേഷിച്ച് അത് ഹറാമാക്കാൻ നിൽക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാത്തതായ ഒരു കാര്യം അത് നിങ്ങൾ ചുയിന്നന്വേഷിച്ച് ഹറാമാക്കാൻ നിൽക്കേണ്ടതില്ല. കാരണം ഉപകാരമുള്ള കാര്യങ്ങളുടെ എല്ലാം അസിൽ അത് അനുവദനീയമാണ് എന്നാണ്. നമുക്ക് ഭൗതികമായ ഉപകാരമുള്ള കാര്യങ്ങളെല്ലാം അസിൽ അത് അനുവദനീയമാണ് എന്നാണ്. ഇപ്പോൾ ഭക്ഷണങ്ങളാകട്ടെ അത് അസിൽ അനുവദനീയമാണ്.
പാനീയമാകട്ടെ അസ്ല അനുവദനീയമാണ്, വസ്ത്രങ്ങളാകട്ടെ അതിന്റെ അടിസ്ഥാനം അത് അനുവദനീയമാണ് എന്നാണ്. അഥവാ ആദത്തുകൾ, നമ്മുടെ ദിനചര്യകളിലുള്ള കാര്യങ്ങളെല്ലാം അടിസ്ഥാനം അത് അനുവദനീയമാണ് എന്നാണ്. അത് ഹറാമാണെന്ന് പറയാനാണ് പ്രത്യേകം തെളിവ് വേണ്ടത്. അതുകൊണ്ട് ഒരാൾ എന്തെങ്കിലുമൊക്കെ ഒരു വസ്തു, നീ കുടിക്കുന്ന കാര്യം അത് പാടില്ല, അത് ഹറാമാണ് എന്ന് നമ്മോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ധരിച്ചിട്ടുള്ള വസ്ത്രം അത് ഹറാമാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കഴിക്കുന്ന ഈ വസ്തു അത് ഹറാമാണെന്ന് പറഞ്ഞാൽ അവന്റെ ബാധ്യതയാണ് തെളിവ് കൊണ്ടുവരൽ. അതല്ല എങ്കിൽ അത് ഫലാ തബ്ഹസു അൻഹ എന്നതിൽ പെടുന്നാണ് പറയുന്നത്. നീ അത് അനാവശ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാത്ത കാര്യം നീ അതിൽ പറയാൻ, അവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ ഭക്ഷണം ഹലാലാണ് എന്നുള്ളത് എന്നോട് തെളിവ് ഒരാൾ ചോദിച്ചാൽ പണ്ഡിതന്മാർ പറയുന്നത് ഫലാ തബ്ഹസു അൻഹ, അത് അനാവശ്യമായി ചുഞ്ഞന്വേഷിക്കുന്നതിൽ പെടാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹു അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. ഈ അരിഭക്ഷണത്തെക്കുറിച്ച് അത് ഹറാമാണെന്നോ ഹലാലാണെന്നോ പ്രത്യേകം എടുത്തു പറഞ്ഞതായിട്ടൊന്നുമില്ല. അപ്പൊ അത് ഒരാൾ എന്ത് ചെയ്യേണ്ടതില്ല, അതിനെക്കുറിച്ച് ചുഞ്ഞന്വേഷിക്കേണ്ടതില്ല. അത് ഹറാമാണ് അള്ളാഹു തആല പറയും. അപ്പോൾ ഇത്തരം ആദാത്തുകളിലുള്ള ദിനചര്യകളിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത് അസ്ല് അനുവദനീയമാണെന്നാണ്, അത് നിഷിദ്ധമാണെന്ന് പറയുന്നതിനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. എന്ത് കാര്യമാകട്ടെ, നമ്മൾ എന്തെങ്കിലും പ്രത്യേക ഒരു ഫ്രൂട്ട് പുതുതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങി ഒരാൾ പറയുന്നത് പാടില്ല, അത് കഴിക്കാൻ പാടില്ല, അത് പറയുന്നവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. അത് പറയുന്നവൻ തെളിവ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമുക്ക് എന്തും കഴിക്കാം. ദുനിയാവിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനുവദനീയമാണ്. അത് നിഷിദ്ധമാണെന്ന് പറയുന്നവനാണ് എന്ത് ചെയ്യേണ്ടത്, അത് തെളിവ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഫലാ തബ്ഹസു അൻഹ, അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല എന്നാണ്. ഈ വിഷയത്തിൽ അതിനെ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആണെങ്കിൽ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നിനെ കുറിച്ചും പറയാതെ, ഒരു ഹുക്കും പറയാത്ത കാര്യങ്ങൾ അനാവശ്യമായി അത്തരം കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ് എന്നാണ് പറയുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട ആയത്ത് തന്നെ ഇറക്കിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലൂ അൻ അശ്യാഇൻ തുബ്ദ ലക്കും വതസൂക്കും, മുഅ്മിനീങ്ങളെ നിങ്ങൾ ചില കാര്യങ്ങളെ കുറിച്ച് ലാ തസ്അലു, നിങ്ങൾ ചോദിക്കാൻ പാടില്ല, ഇൻ തുബ്ദ ലക്കും തസൂക്കും, അത് അല്ലാഹു തആല വെളിപ്പെടുത്തിയാൽ നിങ്ങൾക്കത് പ്രയാസകരമായിരിക്കും. വ ഇൻ തസ്അലു അൻഹാ ഹീന യുനസ്സലുൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് തുബ്ദ ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വെളിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പ്രയാസമാവും. അപ്പൊ അതിനെക്കുറിച്ച് ഒരു കാര്യം പറയാത്തതിനെ കുറിച്ചിട്ട് നിങ്ങൾ ചോദിക്കരുത്. അഫല്ലാഹു അൻഹ, കഴിഞ്ഞു പോയത് അല്ലാഹു തആല മാപ്പാക്കി നൽകിയിട്ടുണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഅ്ളമിൽ മുസ്ലിമീന ജുർമ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും വലിയ അക്രമി എന്ന് പറയുന്ന ഒരുവൻ മൻ സഅല അൻ ഷൈഇൻ ലം യുഹർരിം ഫഹറമ അലൈഹിം മിൻ അജ്ലി മസ്അലതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അവൻ അന്വേഷിച്ചിട്ട് അതിനുശേഷം അള്ളാഹു അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് വഹി ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം ചോദിച്ചവനാണ് ഏറ്റവും വലിയ അക്രമി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇത് അവിടുത്തെ ജീവിത കാലഘട്ടത്തിലാണ്. അവിടുത്തെ വഫാത്തോടുകൂടി വഹി നിലച്ചു. ഇനിയിപ്പോൾ ഒരാൾ ചോദിച്ചത് കൊണ്ടോ ചോദിക്കാത്തത് കൊണ്ടോ ഇനി പുതിയൊരു കാര്യം ഹലാലാവുകയോ പുതിയൊരു കാര്യം നിഷിദ്ധാവുകയോ ചെയ്യുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അത് തക്കല്ലുഫാണ്, അത് ദീനിൽ അനാവശ്യമായിട്ടുള്ള അതിര് കവിച്ചലാണ്, ഒരു തനത്വ ആണ്, അനാവശ്യമായിട്ട് ആയത്തിൽ ഇറങ്ങിയിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾ ഒരാവശ്യമില്ലാതെ ഒരുപാട് അനാവശ്യ പഠനങ്ങൾ നടത്തി അത് പറ്റൂ ഇത് പറ്റൂല എന്നൊക്കെ നോക്കിയിട്ട് പ്രയാസം ഉണ്ടാക്കുന്നത് കാണും. അത് ശരിയല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ കാണാം, അൽ ഹലാലു മാ അഹല്ലല്ലാഹു ഫീ കിതാബി വൽ ഹറാമു മാ ഹറമല്ലാഹു ഫീ കിതാബി, ഹലാൽ അല്ലാഹു തആല എടുക്കുന്ന ഗ്രന്ഥത്തിൽ ഹലാൽ എന്ന് രേഖപ്പെടുത്തിയതാണ്, ഹറാമും അങ്ങനെ തന്നെ. വമാ സക്കത അൻഹു ഫഹുവ മിമ്മാ അഫഅ അൻ, അത് അല്ലാഹു തആല ഒന്നും മിണ്ടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അല്ലാഹു ഒഴിവാക്കി നൽകിയിട്ടുള്ളതാണ്, മാപ്പാക്കി നൽകിയിട്ടുള്ളതാണ്. ഫഖ്ബലു മിനല്ലാഹി ആഫിയത, ചില ഹദീസിൽ കാണാൻ സാധിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മാപ്പാക്കി നൽകിയ കാര്യം സ്വീകരിച്ചോളൂ, നിങ്ങൾ അതിനെ വെറുതെ ചോദിച്ചിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, ആ വിഷയത്തിൽ ഒരു പ്രയാസം സൃഷ്ടിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 4 രൂപത്തിലുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറളാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അല്ലാഹു തആല ചില കാര്യങ്ങൾ ഫറളാക്കിയിട്ടുണ്ട്, നിർബന്ധമായും ചെയ്യേണ്ടതാണ്, അത് പാഴാക്കാൻ പാടില്ല. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചില അതിർവരമ്പുകളുണ്ട്. വഹദ്ദ ഹുദൂദൻ ഫലാ തഅതദൂഹ, ആ അതിർവരമ്പുകൾ നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അല്ലാഹു ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഫലാ തൻതഹികൂഹ, ആ നിഷിദ്ധങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. 4, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും പറയാത്തതായ ചില കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ അനാവശ്യമായി ചോദ്യമൊന്നും ചോദിക്കാതിരുന്നാൽ മതി. അത് അല്ലാഹു മറന്നുകൊണ്ട് പറയാത്തതല്ല, അല്ലാഹു റഹ്മത്തല്ലക്കും, നിങ്ങൾക്ക് കാരുണ്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് മിണ്ടാതിരുന്നതാണ് എന്നാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇതാണ് 30ാമത്തെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിനുശേഷം 31ാമത്തെ ഹദീസും നമുക്ക് ഇന്ന് വായിക്കാം. അബുൽ അബ്ബാസ് സഹൽ ബിൻ സഅദ് സാഇദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹത്തിന്റെ സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പേര് ഹസൻ എന്നുള്ളൊരു പേരായിരുന്നു എന്നാണ്. ഹസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രയാസം എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഒരു പേരാണ്, ബുദ്ധിമുട്ട് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഒരു പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് മാറ്റി, നല്ലൊരു പേരല്ല, സഹൽ എളുപ്പം എന്നുള്ള പേര് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നൽകുകയുണ്ടായി. അബുൽ അബ്ബാസ് സഹൽ ബിൻ സഅദ് സാഇദി
റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം പറയാണ്, ജാ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലിംനി അമലൻ, എനിക്കൊരു അമൽ പറഞ്ഞു തരണം. ഇദാ അമിൽതുഹു അഹബ്ബനി അല്ലാഹു വഅഹബ്ബനി അന്നാസ്, അത് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇഷ്ടപ്പെടണം, ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടണം. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇസ്ഹദ് ഫിദ് ദുനിയ, ദുനിയാവിൽ നീ വിരക്തി കാണിക്ക്, യുഹിബ്ബുക്കല്ലാഹ്, അല്ലാഹു തആല നിന്നെ ഇഷ്ടപ്പെടും, വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ള കാര്യത്തെ തൊട്ട് നീ എന്ത് ചെയ്യണം, വിരക്തി കാണിക്കണം, യുഹിബ്ബുക അന്നാസ്, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. ഹദീസുൻ ഹസൻ റവാഹു ഇബ്നു മാജ വഗൈറുഹു ബിഅസാനിദിൻ ഹസന. ഈ ഹദീസിനെ കുറിച്ചും നാം നേരത്തെ പറഞ്ഞതുപോലെ ചില ഉലമാക്കൾക്ക് ദുർബലതയുണ്ട് എന്നുള്ള അഭിപ്രായമുണ്ട്, എന്നാൽ സഹീഹാണ് എന്നുള്ളതാണ് ശരിയായ അഭിപ്രായമായി അധിക ഉലമാക്കളും പറയുന്നത്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ സഹീഹാണ് എന്ന് വിലയിരുത്തിയിട്ടുള്ള ഒരു ഹദീസ് തന്നെയാണ്. നോക്കൂ, ഇവിടെ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പല ആവശ്യത്തിനും ഇങ്ങനെ വരാറുണ്ട്. അവർ വന്നിട്ട് എപ്പോഴും ചോദിക്കുന്ന വിഷയങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ഭൗതികമായ ആവശ്യങ്ങൾ പറഞ്ഞിട്ടല്ല സഹാബികൾ വരുന്നത്. അവർക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരെപ്പോഴും വന്നാൽ അവരുടെ താല്പര്യം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കിട്ടുന്ന ആ കുറഞ്ഞ സമയമാണെങ്കിൽ കുറഞ്ഞ സമയം ഖൈറുകൾ അന്വേഷിച്ച് ചോദിച്ച് പഠിക്കുക എന്നുള്ളതാണ്. എന്താണ് ഇവിടെ സഹാബി ചെയ്യുന്നത്? യാ റസൂലല്ലാഹ് അല്ലിംനി അമലൻ, എനിക്കൊരു അമൽ പഠിപ്പിച്ചു തരുമെന്ന് പറയുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു പൈസ ഉണ്ടാക്കേണ്ട വകുപ്പ് വരുമോ എന്നൊന്നല്ല ചോദിക്കുന്നത്. ആ ചോദിക്കൽ തെറ്റോ ശരിയോ എന്നല്ല ഇവിടെ പറയുന്നത്. പക്ഷെ സഹാബികളുടെ താല്പര്യമാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടാൽ അവർക്ക് ചോദിക്കാനുള്ളത് എന്താണ്? എനിക്ക് എന്തെങ്കിലും അമൽ, സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുന്ന അമൽ, നാം നേരത്തെ കേട്ടിട്ടുള്ളതാണ് മുആദ് റളിയല്ലാഹു അൻഹു ഹദീസ്. അതേപോലെ തന്നെ ഏറ്റവും അഫ്ളലായ അമൽ ഏതാണ്, ഏറ്റവും വേഗം ചെയ്യേണ്ടത് ഏതാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നത് അല്ലിംനി അമലൻ, എനിക്കൊരു അമൽ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ആ കാര്യം അവർ പറയാൻ. ഇവിടെ പണ്ഡിതന്മാർ ഇതിൽ നിന്നൊരു ഫായിദ പറയുന്നുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബികൾ ചെയ്തതാണ്. ഇന്ന് നമുക്ക് ആ നബിയുടെ സ്ഥാനത്ത് ആരാണ് നമുക്കുള്ളത്? ആ നബിയുടെ അനന്തരാവകാശികളായ ഉലമാക്കളാണുള്ളത്, പണ്ഡിതന്മാരാണുള്ളത്. വലിയ വലിയ പണ്ഡിതന്മാരെ അങ്ങനെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ മക്കത്തും മദീനത്തൊക്കെ ഉള്ള വലിയ ഉലമാക്കളൊക്കെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ആ സമയം അവരെ ഉപയോഗപ്പെടുത്തണം. ഇതേപോലെ ഖൈറായ കാര്യങ്ങൾ ചോദിക്കാൻ, നമുക്ക് ഉപകരിക്കുന്ന കാര്യം, ഉമ്മത്തിന് ഉപകരിക്കുന്ന കാര്യം, അതൊക്കെ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി ആളുകളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ്. എന്നാൽ അതോടൊപ്പം തന്നെ സ്വഹാബികൾ ചെയ്യാത്തതായ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിക്കുന്ന ഒരു കാര്യവും സ്വഹാബികൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആ രൂപത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉലമാക്കളോട് ചെയ്യാൻ പാടില്ല. അവരുടെ സമയം മെനക്കെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അടുക്കൽ എന്തെങ്കിലുമൊക്കെ കുഴക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ട് അത് നാട്ടിൽ തെറ്റായിട്ടൊക്കെ അവതരിപ്പിക്കുന്ന ഒരു രീതി അതുണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ അവരെക്കുറിച്ച് കളവ് പറയുക, അവരുടെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ട് എന്ന രൂപത്തിൽ കളവുകൾ പറയുക, അല്ലെങ്കിൽ അവരുടെ ചില ഫത്വകളോ മറ്റോ ഒക്കെ ഉപയോഗിച്ച് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക, ഈ രൂപത്തിലൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മറിച്ച് ഖൈറായ കാര്യങ്ങൾ, ആളുകൾ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ ആ പണ്ഡിതനിൽ നിന്നും ചോദിച്ച് ഖൈറായ കാര്യങ്ങൾ അവരെ പറഞ്ഞിട്ട് നേർവഴിയിലേക്ക് ആളുകളെ കൊണ്ടുവരിക. അതല്ലെങ്കിൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ രൂപത്തിലുള്ള ഹറാമുകളിലോ മറ്റോ ഒക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തുന്ന കാര്യങ്ങൾ ആ പണ്ഡിതനിൽ നിന്ന് കൊണ്ടുവരിക. ഈ നിലക്ക് നന്മയിലേക്ക് ആളുകളെ നയിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് എന്ന് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് ഇത് വിശദീകരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം പറയാൻ. എന്താണ് ആ സഹാബി ചോദിച്ചത്? യാ റസൂലല്ലാഹ് അല്ലിംനി അമലൻ ഇദാ അമിൽതുഹു അഹബ്ബനി അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇഷ്ടപ്പെടുന്നതായ ഒരു അമൽ പറഞ്ഞു തരണം. വയുഹിബ്ബുനി അന്നാസ്, അതേപോലെ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയും പറഞ്ഞു തരണം. അപ്പോൾ ഇവിടെ ഒന്നാമതായി വഅഹബ്ബനി അന്നാസ്, അതേപോലെ ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടുന്ന പ്രവൃത്തി പറഞ്ഞു തരണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആളുകളെ ഇഷ്ടപ്പെടുന്നു, അത് അല്ലാഹുവിന്റെ ഒരു സിഫത്താണ്. ഇന്നല്ലാഹ യുഹിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു, അല്ലാഹുവിന്റെ ഒരു സിഫത്താണ്. അല്ലാഹു അവന്റെ അടിമകളിൽ അല്ലാഹു തിരഞ്ഞെടുത്ത ആളുകൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ അല്ലാഹു ചില അമലുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഹദീസുകളിൽ നിന്നും വന്നിട്ടുള്ള കാര്യമാണ്. കാരണം സഹാബി ആണ് ഇവിടെ പറയുന്നത്, ശരിയാണ്, സഹാബിയാണ് പറയുന്നത് അല്ലാഹു എന്നെ ഇഷ്ടപ്പെടുന്നതായ എന്നൊരു കാര്യം പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല, അല്ലാഹുവിന് അങ്ങനെ ഇഷ്ടം എന്ന് പറയുന്ന സിഫത്തൊന്നും ഇല്ല, അങ്ങനെ ഒരു വിശേഷണമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുക്കാൻ, എന്നിട്ട് അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ. അല്ലാഹു ഇഷ്ടപ്പെടുക എന്നുള്ളത് അല്ലാഹുവിന്റെ ഒരു വിശേഷണമാണ്. അത് നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. കാരണം അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് കാര്യം. അതിനോട് നമ്മൾ എപ്പോഴും താല്പര്യപ്പെടേണ്ട കാര്യം കൂടിയാണ്. അതേപോലെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? വഅഹബ്ബനി അന്നാസ്, ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നതായ കാര്യം എന്നാണ്. അപ്പൊ അതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത് ജനങ്ങളുടെ ഇഷ്ടം ഒരാൾ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. ജനങ്ങളുടെ ഇഷ്ടം ആളുകൾ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. മറിച്ച് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മശ്റൂ ആയ ദീനിൽ അനുവദിക്കപ്പെട്ട രീതിയിൽ ജനങ്ങളുടെ ഇഷ്ടം നമ്മൾ സമ്പാദിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ജനങ്ങളോട് നല്ല രീതിയിൽ നമ്മൾ സംസാരിച്ചാൽ, നല്ല രീതിയിൽ പെരുമാറിൽ, നല്ല രീതിയിൽ സ്വഭാവം അവരോട് കാണിച്ചാൽ, ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്താൽ ജനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടും. അത് തെറ്റായൊരു കാര്യമല്ല. ജനങ്ങൾ ആ നിലയ്ക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്
തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കണം. ജനങ്ങൾക്ക് അതിൻ്റെ അർത്ഥം ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുപ്പിച്ച് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഒരാൾ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവൻ ജനങ്ങളെ തൃപ്തിയും കിട്ടില്ല, അള്ളാഹുവിന്റെ തൃപ്തിയും കിട്ടുകയില്ല എന്നാണ്. അതാണ് ഹദീസിലുള്ളത്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹു ദീനിൽ അനുവദിച്ചതായ കാര്യങ്ങളുണ്ട്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ കാര്യങ്ങൾ ജനങ്ങളോട്, ആ നിലക്ക് ജനങ്ങളോട് പെരുമാറിയാൽ ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടും. ആ ഇഷ്ടം നമുക്ക് അനുവദനീയമായ കാര്യമാണ്, നമ്മളത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്? ഈ രണ്ട് ചോദ്യം ചോദിച്ചു. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇഷ്ടപ്പെടണം. രണ്ട്, ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം. ആദ്യം അള്ളാഹു ഇഷ്ടപ്പെടാനുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഇസ്ഹദ് ഫി ദുനിയ, നീ ദുനിയാവിനോട് വിരക്തി കാണിക്കണം. യുഹിബ്ബുക അല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്കിൽ നിന്നെ ഇഷ്ടപ്പെടുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അസ്സുഹദു ഫി ദുനിയ? ദുനിയാവിലുള്ള വിരക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ദുനിയാവിനോടുള്ള വിരക്തി എന്ന് പറഞ്ഞാൽ ദുനിയാവിനോട് പരമാവധി അകന്നു നിൽക്കുക എന്നുള്ളതാണ്. ദുനിയാവിനെ പരമാവധി ഉപേക്ഷിച്ച് മാറി നിൽക്കുക എന്നുള്ളതാണ്. ദുനിയാവിനെ വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് എന്ന രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവർ വളരെ ഭംഗിയായി അതിനെ നിർവചിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അൻ യത്റുക്കൽ ഇൻസാനു മാ യുശ്ഗിലുഹു അനിൽ ആഖിറ, അവൻ ആഖിറത്തിൽ നിന്നും തെറ്റിച്ചു കളയുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്? വിട്ടു നിൽക്കുക എന്നുള്ളതാണ്, മാറി നിൽക്കുക. അവൻ ആഖിറത്തിൽ തെറ്റിച്ചു കളയുന്ന എന്ത് കാര്യം ദുനിയാവിൽ കണ്ടോ അത് മാറി നിൽക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു ഭക്ഷണം അവൻ ആഖിറത്തിൽ നിന്ന് തെറ്റിച്ചു കളയോ അത് ഒഴിവാക്കുക. ആ രൂപത്തിൽ എന്താണോ അവൻ ആഖിറത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്നത് അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, വഇന്നമ അസ്സുഹ്ദു ഫിദ്ദുനിയ അൻ തത്റുക മാ യുശ്ഗിലുക അനിൽ ആഖിറ. സുഹ്ദ് എന്ന് പറഞ്ഞാൽ അത് നിന്നെ ആഖിറത്തിൽ തെറ്റിച്ചു കളയുന്ന കാര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. ലൈസ സുഹ്ദു ഫിദ്ദുനിയ അൻ തൽബസൽ ഖശൻ വതത്റുക അൻ-നാഇം മാ ഖുദ്റതിക്. നിനക്ക് കഴിവുണ്ടായിട്ടും നല്ല വസ്ത്രം ധരിക്കാതെ പരുക്കം വസ്ത്രം ധരിക്കുക, അതല്ല സുഹ്ദ് എന്ന് പറയുന്നത്. ഒരാൾക്ക് നല്ല വസ്ത്രം വാങ്ങാൻ കഴിവുണ്ട്, അയാൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു പരുക്കം വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ മുഷിഞ്ഞതോ മറ്റോ ഒക്കെ വസ്ത്രം ധരിക്കുക, അതല്ല സുഹ്ദ് എന്ന് പറയുന്നത്. ബൽ അൻ തൽബിസ സൗബൽ ഹസൻ അംറുൻ തയ്യിബ്, നീ നല്ല വസ്ത്രം ധരിക്കുന്ന നല്ല കാര്യമാണ്. വഅൻ തൽബിസ അൻ-നഅൽ ഹസൻ അംറുൻ തയ്യിബ്, നീ നല്ല ചെരുപ്പിടുന്നത് നല്ല കാര്യം തന്നെയാണ്. വഅൻ തതയ്യബ അംറുൻ തയ്യിബ്, നീ നല്ല സുഗന്ധം ഉപയോഗിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. വലാകിന്ന സുഹ്ദ് അൻ തത്റുക മാ യുശ്ഗിലുക അനിൽ ആഖിറ, നിന്നെ ആഖിറത്തിലേക്ക് നിന്നെ ഇല്ലാതാക്കി കളയുന്ന, ആഖിറത്തിൽ നിന്നെ തെറ്റിച്ചു കളയുന്ന കാര്യത്തിൽ നിന്നും നീ ഒഴിവായി നിൽക്കുക. അതാണ് സുഹ്ദ് എന്ന് പറയുന്നത്. ഭൗതിക വിരക്തി എന്ന് പറഞ്ഞാൽ അതാണ് ഭൗതിക വിരക്തി എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഭൗതിക വിരക്തി ആ നിലക്ക് നോക്കുമ്പോൾ രണ്ടായിട്ട് വേർതിരിക്കാൻ പറ്റും. ഒന്ന് സുഹ്ദുൻ ഹിസ്സിയുൻ, രണ്ട് സുഹ്ദുൻ മഅനവിയുൻ. സുഹ്ദുൻ ഹിസ്സി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടറിയാൻ പറ്റും, നമ്മൾക്ക് ഹിസ്സിയായ കാര്യങ്ങൾ തോന്നല്ല, അതാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നതിനാണ് ഹിസ്സിയായത് എന്ന് പറയുന്നത്. മഅനവിയ എന്ന് പറഞ്ഞ ഒരു ആന്തരികമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ ഹിസ്സിയായിട്ടുള്ള സുഹ്ദ് എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് എന്താണ്? സുഹ്ദുൻ ഹിസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിലെ ചില സംസാരങ്ങളാകട്ടെ, ഭക്ഷണമാകട്ടെ, പാനീയങ്ങളാകട്ടെ, അത് നിന്നെ ആഖിറത്തും തെറ്റിച്ചു കളയുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറിയിരിക്കുക. ചില സ്ഥലത്ത് പോയിട്ടുള്ള സംസാരം അതിൻ്റെ ആഖിറത്തിനെ തെറ്റിച്ചു കളയുന്നതാണെങ്കിൽ ആ സംസാരം നീ വിട്ടു നിൽക്കുക. ഭക്ഷണങ്ങൾ അതൊരു പരിധി വിട്ട് കഴിഞ്ഞാൽ അത് നിന്റെ ആഖിറത്തും തെറ്റിച്ചു കളയുന്ന കാര്യമായിരിക്കും. അല്ല, ഒരുപാട് ഭക്ഷണം കഴിച്ച ഒരാൾക്ക് ഇബാദത്ത് എടുക്കാൻ സാധിക്കുകയില്ല. അത് ഇപ്പോൾ സുഹ്ദ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരുപാട് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്തു കാര്യമാകട്ടെ, ഇപ്പോൾ ദുനിയാവ് ഒരുപാട് വാരി കിട്ടുമോ, പലതരത്തിലുള്ള വസ്ത്രങ്ങൾ, പലതരത്തിലുള്ള വാഹനങ്ങൾ, അങ്ങനെ ഒരുപാടിൻ്റെ പിന്നിൽ ആൾക്കാർ പോവുകയാണെങ്കിലോ അത് അവൻ ആഖിറത്തും തെറ്റിച്ചു കളയുന്ന കാര്യമായിരിക്കും. അല്ല, ഒരാൾക്ക് ഇങ്ങനെ ഒരു വാഹന ഭ്രാന്താണ്, ഒരുപാട് വാഹനം വാങ്ങിക്കൂട്ടുക. വേറൊരാൾക്ക് ഒരു വസ്ത്രത്തിന്റെ ഭ്രാന്താണ്, ഒരുപാട് വസ്ത്രം വാങ്ങിക്കൂട്ടുക. വേറൊരാൾക്ക് ഇങ്ങനെ നാട് കാണേണ്ട ഒരു ഭ്രാന്താണ്, എല്ലാ നാട്ടിലേക്കും ഇങ്ങനെ സഞ്ചരിക്കുക. എന്നിട്ട് ആഖിറത്തിന്റെ കാര്യം മറക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ അവൻ മറന്നുകൊണ്ട് ഇതിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ അവൻ സുഹൃദില്ല. അവൻ നിർബന്ധമായി വേണ്ട സുഹൃദാണ് അവൻ ഒഴിവാക്കിയിട്ടുള്ളത്. അവൻ്റെ ആഖിറത്തും തെറ്റിച്ചു കളയുന്നുണ്ട്. അത് ഗൗരവമുള്ള കാര്യമാണ്. രണ്ടാമത്തെ സുഹൃദുൽ മഅനവി എന്ന് പറയുന്നത്, ആ സഹോദരങ്ങളെ, അത് ഒരാൾ താൻ പ്രശസ്തി ആഗ്രഹിക്കാതിരിക്കുകയാണ്, അല്ലെ? ആ രണ്ടും സുഹൃദിൽപ്പെടുമെന്നാണ്. ചിലപ്പോൾ ചില ആളുകൾ, ചില സാഹിത്യങ്ങൾ എന്തായിരിക്കും, കാണാൻ വളരെ മുത്തവാദി ആയിട്ടുള്ള വിനയമുള്ള വസ്ത്രമൊക്കെ ധരിക്കേണ്ട, പക്ഷെ ഉള്ളിൽ എന്നെ നാലാൾ അറിയണം എന്നുള്ള ആഗ്രഹമായിരിക്കും. അവന് സുഹൃദില്ല, അവന് യഥാർത്ഥത്തിൽ ഭൗതിക വിരക്തി ഇല്ല എന്നുള്ളതാണ്. സുഹൃദ് എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന അനാവശ്യമായ വസ്ത്രവും പാനീയവും ഭക്ഷണമൊക്കെ ഒഴിവാക്കുക എന്നുള്ളതൊരു നിലക്കുണ്ട്. ആഖിറത്ത് തെറ്റിച്ച് കളയുന്ന ഈ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഒരു നിലക്കുണ്ട്. രണ്ടാമത്തേത് അൻ തത്റുക ഹുബ്ബൽ ഇർതിഫാഇ അലന്നാസ് വഅൻ തത്റുക ഹുബ്ബശ് ശഹറ, അൻ തത്റുക ഹുബ്ബുശ് ശുഹറ, നീ ശുഹറത്ത്, പ്രസിദ്ധി ആഗ്രഹിക്കുക എന്നുള്ളതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അല്ലെ, ചില ജാഹിദീങ്ങൾ ഇപ്പോൾ മനസ്സിൽ ആണ് ഏറ്റവും ആദ്യം സുഹൃദ് വേണ്ടത്. ദുനിയാവിനോടുള്ള വിരക്തി മനസ്സിലാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹിമുള്ളയുടെ ഒരിക്കൽ ചോദിക്കപ്പെട്ടിട്ടുണ്ട്, ഒരാളുടെ ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് അയാൾക്കുള്ള സമ്പത്തുകളൊക്കെ എടുത്തു പറഞ്ഞു, ഇയാൾക്കൊരു ഭൗതിക വിരക്തിയുള്ള ജാഹിദാകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇയാൾക്കൊരു ഭൗതിക വിരക്തിയുള്ള മനുഷ്യനെ ജീവിക്കാൻ പറ്റുമോ? ഇമാം അഹ്മദ് പറഞ്ഞു പറ്റും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്ക് ഈ കിട്ടിയ സമ്പത്തിനോടൊപ്പം ഇനിയും ഒരുപാട് സമ്പത്ത് വന്നാലും, ഇനി ഒരു ഉറുപ്പ്യ അധികം വന്നാലും ഇയാൾക്ക് യാതൊരു സന്തോഷവും അതിൻ്റെ പേരിലില്ല.
ഇനി ഇതിൽ നിന്ന് വല്ലതും കുറഞ്ഞു പോയാൽ അതും അയാൾക്കൊരു യാതൊരു വിഷയമില്ല. അതോ അയാൾക്ക് ദുനിയാവ് എന്ന് പറയുന്നത് അയാൾ ആ നിലക്കേ കണ്ടിട്ടുള്ളൂ, അയാളുടെ മനസ്സിൽ അയാൾ കൊടുത്തിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ കൊടുത്തിട്ടുള്ള ദുനിയാവിനെ അവൻ കൽബിലേക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അത് കൂടുതൽ കിട്ടുമ്പോഴേക്കും ഭയങ്കരമായ സന്തോഷം, അതിലെന്തെങ്കിലുമൊക്കെ കുറഞ്ഞു പോയാൽ വലിയ വിഷമം അതവനില്ല. അവൻ മറിച്ച് ഈ ദുനിയാവിനെ കണ്ടിരിക്കുന്നത് അവൻ്റെ ആഖിറത്തിലുള്ള പാതയത്തിനുള്ള ഒരു ഉപകാരമായിട്ടാണ്. അങ്ങനെയാണ് ദുനിയാവിനെ കാണേണ്ടത്. ആ നിലക്ക് ഒരാൾ ദുനിയാവിന്റെ പിന്നിൽ പോവുകയാണെങ്കിൽ അത് ഖൈറായിട്ടുള്ള കാര്യമാണ്. പരലോകത്തേക്ക് ഉപകരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട്, ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സമ്പത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ആ നിലക്കാണെങ്കിൽ അവൻ ജാഹിദ് തന്നെയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് എന്ന് പറയുന്നത് അത് കൂടുന്നതോ കുറയുന്നതോ ഒന്നും അവനൊരു പ്രയാസം അവന്റെ മനസ്സിൽ ഇല്ല. അവൻ അതിനെക്കുറിച്ചിട്ട് എന്തില്ല, ആ വലിയ വ്യാകുലനായിരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ദുനിയാവിലെ സുഹുദിനെ കുറിച്ച് രണ്ടായി പറഞ്ഞത്. അത് ഹെസ്സിയായ സുഹുദുണ്ട്, അതേപോലെ മാനവിയായ സുഹുദുണ്ട്. അഥവാ ചുരുക്കി പറയുകയാണെങ്കിൽ അവൻ ആളുകളുടെ പ്രശസ്തിയോ ആളുകളെ എല്ലാം അവൻ തിരിച്ചറിയണമെന്ന ആഗ്രഹമോ ഒന്നുമില്ലാതെ, അതേപോലെ ദുനിയാവിൽ നിന്നും അവൻ്റെ തെറ്റിച്ച് കളയുന്ന സംസാരങ്ങളും ഭക്ഷണങ്ങളും പാനീയങ്ങളും തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമെല്ലാം മിതത്വം കാണിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിന് പല മർത്തബകളായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സുഹുദിന് ചില മർത്തബകളുണ്ട്. അത് ഏറ്റവും എല്ലാവർക്കും ഉണ്ടാകേണ്ട സുഹുദ് എന്ന് പറഞ്ഞാൽ അസ്സുഹുദു ബി തർക്കിൽ ഹറാം, നിഷിദ്ധങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്ന സുഹുദാണ്. അതെല്ലാവർക്കും വേണം. അതിനെ പണ്ഡിതന്മാർ പറയുന്നത് സുഹുദുൽ അവാം എന്നാണ്. സാധാരണക്കാരുടെ സുഹുദ് എല്ലാവരും ചെയ്യും. രണ്ടാമത്തേത് അസ്സുഹുദു ബി തർക്കിൽ ഫുദൂൽ, ആവശ്യമുള്ള അഥവാ അനുവദിക്കപ്പെട്ട കാര്യം എന്തായിരിക്കും, മുബാഹായ അനുവദനീയമായ കാര്യമായിരിക്കും, പക്ഷെ അത് അധികരിപ്പിക്കുന്നതിൽ നിന്നും ഒരാൾ ഭൗതിക വിരക്തി കാണിക്കുക. അത് സുഹുദുൽ ഹവാസ് എന്നവർ പറയാറുണ്ട്. പ്രത്യേകമായിട്ടുള്ള ആളുകളുടെ ഒരു സുഹുദ്, ഭൗതിക വിരക്തി. അതിനപ്പുറത്തേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അസ്സുഹുദു ബി തർക്കി കുല്ലി മാ യുശ്ഗിലുക അനിൽ ആഖിറ. നിന്നെ ആഖിറത്തും തെറ്റിക്കുന്ന എല്ലാം അതിൽ പെട്ടു. ആഖിറത്തും നിന്നെ തെറ്റിക്കുന്നതായ എല്ലാ കാര്യങ്ങളിൽ നിന്നും അവൻ ഒഴിവായി നിൽക്കുകയാണെങ്കിൽ അതാണ് സുഹുദുൽ ആരിഫീൻ, വലിയ ആലിമീങ്ങളായ ആളുകളുടെ സുഹുദ് എന്ന് പറയുന്നത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഈ നിലക്ക് മൂന്നായി അതിനെ വേർതിരിച്ചത് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ അതാണ് സഹോദരങ്ങളെ സുഹുദ് എന്ന് പറഞ്ഞാൽ. അഥവാ നമുക്ക് ആഖിറത്തിൽ തെറ്റിച്ച് കളയുന്ന കാര്യത്തെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും മാറി നിൽക്കുക എന്നുള്ളത്. അതെന്താണോ നമ്മൾ തീരുമാനിക്കുക. നമ്മൾ ആഖിറത്തിനൊരു കാര്യം, ദുനിയാവിലൊരു കാര്യം അത് തടസ്സം നിൽക്കുന്നു എന്ന് കണ്ടാൽ നമ്മൾ ആഖിറത്തിന് വിടാൻ പാടില്ല, അത് ഒഴിവാക്കുക. ചിലപ്പോൾ ഒരു സുന്നത്തായ കാര്യമായിരിക്കും. എനിക്കൊരു സുന്നത്തായ ഒരു കാര്യം തടസ്സം നിൽക്കുന്നത് ദുനിയാവിൻ്റെ എന്തെങ്കിലും വിഷയമായിരിക്കും. അപ്പോൾ അവൻ ആഖിറത്തിനുള്ള താല്പര്യം കാരണത്താൽ എന്ത് ചെയ്യും, ആ ദുനിയാവിൻ്റെ കാര്യം അവിടെ മാറിയിക്കട്ടെ, ഈ സുന്നത്ത് എനിക്ക് പിൻപറ്റാം. എനിക്കൊരു സുന്നത്ത് തടസ്സമായിട്ട് നിൽക്കുന്ന ദുനിയാവിൻ്റെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ആ ദുനിയാവിനോട് മാറ്റി വെച്ചാൽ മതി. കാരണം ദുനിയാവ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലത്തേക്ക് ജീവിക്കാനുള്ളതാണ്. എനിക്ക് കാലാകാലം ഞാൻ എന്തായാലും ജീവിക്കുകയില്ല. ഞാൻ എത്ര ആസ്വദിച്ചാലും ശരി, എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണം എനിക്ക് വരാനുണ്ട്. ആ ചിന്തയോടുകൂടി ആഖിറത്താണ് എൻ്റെ ലക്ഷ്യം എന്ന മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവനൊരു പക്ഷേ വലിയ സമ്പന്നനാണെങ്കിലും അവന് ഭൗതിക വിരക്തിയുള്ള ഒരു മനുഷ്യനായി ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇനി സഹോദരങ്ങളെ, പിന്നീട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബക അല്ലാഹ് എന്നാണ് പറഞ്ഞത്. നമ്മൾ ദുനിയാവിനോട് വിരക്തി കാണിച്ചാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ദുനിയാവിനോട് വിരക്തി കാണിച്ചാൽ അള്ളാഹു എങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്? അത് പണ്ഡിതന്മാർ പറയും, ദുനിയാവിനോട് നമ്മൾ വിരക്തി കാണിച്ചാൽ പിന്നീട് നമ്മുടെ ചിന്ത മുഴുവൻ ആഖിറത്തായി. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫർളും സുന്നത്തുകളൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇവന്റെ ചിന്ത എപ്പോഴും ഉണ്ടാവുക. അങ്ങനെ ഒരാളായി തീർന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയായി തീരും, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളായി തീരും. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടായി തീർന്നാൽ അത് അവൻ ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുന്ന കാര്യമായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹുവിൽ നിന്നും നേരിട്ടിട്ടുള്ള ഖുദ്സിയായിട്ടുള്ള ഹദീസിൽ അള്ളാഹു തആല പറയുന്നതായിട്ട്, ഒമാ തഖറബ അബ്ദി ഇലാ ഷൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ ഇഫ്തറൽതുഹു അലൈഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എൻ്റെ അടിമകൾ എന്നോട് ചെയ്യുന്ന പ്രവൃത്തികളിൽ അത് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളത് എന്താണ്, ഞാൻ അവന് ഫർളാക്കിയിട്ടുള്ള കാര്യമാണ്. ഒരാൾ ഫർള് ചെയ്യുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഒമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബ. അതേപോലെ ഒരാൾ അങ്ങനെ ഫർദിന് പുറമെ സുന്നത്തുകളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നാൽ അള്ളാഹു അവന് ഇഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ദുനിയാവിനോട് വിരക്തിയുള്ള ആളുകൾക്കാണ് സാധിക്കുള്ളൂ. നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ ഭൗതിക വിരക്തി ഇല്ലാത്ത, ദുനിയാവിനോട് വിരക്തി ഇല്ലാത്ത ആളുകൾക്ക് ഇബാദത്തുകൾ നല്ല നിലക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. ഒരാൾ ദുനിയാവിൻ്റെ പിന്നാലെ ഈ നിലക്ക് ദുനിയാവിനോടുള്ള അമിതമായ ഭ്രമം കൊണ്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇബാദത്തുകൾക്ക് യാതൊരു തരത്തിലുള്ള ശ്രദ്ധ ഉണ്ടാവുകയില്ല. ചില ആളുകൾ ഇബാദത്ത് പാടെ ഉപേക്ഷിക്കും, ചില ആളുകൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടാകും, പക്ഷെ അതിൻ്റെ ഹഖീഖത്ത്, ഒരു യാഥാർത്ഥ്യമില്ലാത്ത രൂപത്തിൽ, ഒരു യാന്ത്രികമായിട്ടുള്ള രീതിയിലായിരിക്കും. എന്നാൽ അവൻ്റെ ആഖിറത്ത് നിന്ന് തെറ്റിക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചവൻ എന്തായിരിക്കും, എപ്പോഴും ശ്രദ്ധ ഇബാദത്തിലായിരിക്കും. അവൻ്റെ ഇബാദത്ത് ശരിയാകുന്ന കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകും. അതെന്താ തീർക്കും, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം അവന് കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഫർള് ഒരാൾ ആദ്യം ചെയ്യുക, ശേഷം സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ ധാരാളമായി ചെയ്യുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം അവന് എന്ത് ചെയ്യും, അത് ലഭിക്കാൻ കാരണമാകും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്താണ്, വസ്ഹദ് ഫീമാ ഇൻദന്നാസ്.
നിങ്ങൾ ജനങ്ങളുടെ കയ്യിലുള്ള കാര്യത്തെ തൊട്ട് സുഹുദ് കാണിക്കുക. യുഹിബ്ബുക്കന്നാസ്, ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ജനങ്ങളുടെ പൊതുവെയുള്ള സ്വഭാവം എന്താണ്? അവരുടെ കയ്യിലുള്ള കാര്യം ചോദിക്കുന്നത് പൊതുവെ ആരും ഇഷ്ടപ്പെടില്ല. ജനങ്ങളുടെ ഒരു അറിയപ്പെട്ട സ്വഭാവമാണ്. അവരുടെ കയ്യിലുള്ള കാര്യം എന്താകട്ടെ അതിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടാത്തിട്ടുള്ള കാര്യമാണ്. അത് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്, അല്ലേ? ഒരു സമ്പന്നൻ എത്ര സമ്പന്നനാണെങ്കിലും അയാളുടെ ആളുകൾ വെറുതെ പോയി ഇങ്ങനെ അത് തരുമോ ഇത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കൊടുക്കാൻ കഴിവുള്ളവനാണെങ്കിൽ പോലും അത് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അത് അമിതമായിട്ടുള്ള ചോദ്യം കേൾക്കുന്ന സമയത്ത് അത് ഒരാൾക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ഹദ് ഫീമ ഇൻദന്നാസ്, ജനങ്ങളുടെ കയ്യിലോട്ട് നമ്മൾ വിരക്തി കാണിക്കുക. നമ്മൾ ഒരാളുടെ സമ്പത്തോ ഒരാളുടെ ആ രൂപത്തിൽ ഭൗതികമായിട്ടുള്ള സംവിധാനങ്ങളോ കണ്ടിട്ട് അവരിലേക്ക് കൊതിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ യുഹിബ്ബക്കന്നാസ്, ജനങ്ങൾ ഇഷ്ടപ്പെടും. കാരണം അവരോട് മത്സരിക്കാതിരുന്നാൽ ജനങ്ങൾ ഇഷ്ടപ്പെടും. പൊതുവെ ഒരു ചൊല്ലുണ്ട്, ഓരോ മേഖലയിലും ആ മേഖലയിലുള്ള ആളുകളോടായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടാവുക. ഇപ്പോൾ പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാരോടായിരിക്കും വെറുപ്പുണ്ടാവുക, അതേപോലെ തന്നെ കച്ചവടക്കാർക്ക് കച്ചവടക്കാരോടായിരിക്കും വെറുപ്പുണ്ടാവുക. അപ്പം ആ നിലക്ക് ദുനിയാവിൻ്റെ ആളുകൾക്ക് അവർ ദുനിയാവുണ്ടായ ആളുകളാണ്. അതിനോട് നമുക്ക് താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മോട് വെറുപ്പുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ അത് എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഒരാളോട് നീ ഒരു ഗ്ലാസ് വെള്ളം തരൂ എന്ന് ചോദിച്ചാൽ പോലും കുറച്ചെങ്കിലും ഒരു വില നിന്റെ അതിൽ കുറയാനുണ്ട് എന്നാണ്. അത് അനുവദനീയമായ കാര്യമാണെന്നല്ല, അദ്ദേഹം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തരികയാണ്. ഒരാളോട് നീ ഒരു ആവശ്യം അങ്ങോട്ട് ഉന്നയിച്ച് നിൽക്കുന്ന സമയത്ത് അതൊരു ചെറിയൊരു നിസ്സാരമായ കാര്യമാണെങ്കിലും അത് നിന്റെ വിലയിൽ ഒരു അല്പം ഇടിവ് വരാൻ സാധ്യതയുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സദാ ചോദിക്കുക. എന്താവശ്യം ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു രീതി അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാണ്. അള്ളാഹുവിനോട് എത്ര ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും. അള്ളാഹുവിനോട് ചോദിച്ചാൽ ഏതെങ്കിലുമൊക്കെ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു തരും? ആ കാര്യങ്ങൾ നിനക്ക് നടത്തി തരും. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതാണ്. നബിയെ, ആളുകൾ എൻ്റെ റബ്ബ് എവിടെയാണ്? വൈദാ സഅലക ഇബാദി അന്നി, എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഫഇന്നി ഖരീബ്, അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയണം. അപ്പം എന്ത് പ്രയാസം ഉണ്ടാകുന്ന സമയത്തും നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് അള്ളാഹുവിനെ. പലപ്പോഴും ചില ആളുകൾക്ക് അങ്ങനെ ആയിരിക്കും, വലിയ പ്രതിസന്ധികളോ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നാട്ടിലത്തെ ഏതെങ്കിലും വലിയ പൈസക്കാരനായിരിക്കും ആദ്യം ഓർമ്മ വരിക, അയാളടുത്ത് പോയി ചോദിച്ചു നോക്കാം. അങ്ങനെയല്ല, അള്ളാഹു തആലയോട് ചോദിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കണം. കാരണം അള്ളാഹു ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു തരും? അത് ഉത്തരം നൽകും. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ഫല്യസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി, പക്ഷെ ചില നിബന്ധന പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുൽ വിശ്വസിക്കണം. ഫല്യസ്തജീബൂ ലി, അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിവിലക്കുകൾ അത് ശിരസാ വഹിക്കണം. ലഅല്ലഹും യർഷദൂൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാം എന്ത് ചെയ്യും? സന്മാർഗത്തിലേക്ക് നയിക്കുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആദം സന്തതികളോട് ആളുകൾ ചോദിക്കാൻ നിന്നാൽ അത് ആളുകൾക്ക് പ്രയാസം ഉണ്ടാകും, കോപം ഉണ്ടാകും. അങ്ങനെ അത് ചോദ്യം നീ ഒഴിവാക്കി നോക്കൂ, ആളുകൾക്ക് നിന്നെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇതാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും, ഫിസ്സുഹദി റാഹത്തുൽ ബദനി വൽ ഖൽബ്, നീ ഭൗതിക വിരക്തി ഉണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിനും ശരീരത്തിനൊക്കെ സമാധാനമാണെന്നാണ്. അത് ഈ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. മനസ്സിനും ശരീരത്തിനൊക്കെ റാഹത്തുണ്ടാകും. ദുനിയാവിനോട് കൂടുതൽ ഭ്രമം ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ കൽബിനും പ്രയാസമായിരിക്കും. അപ്പം ദുനിയാവിനോട് പോയാൽ അതിന് ടെൻഷൻ തീരൂല, അല്ലേ? വലിയ വലിയ കോടിക്കണക്കിന് പണം സമ്പാദിക്കുന്ന കച്ചവടക്കാർക്ക് പിന്നെയും ടെൻഷനാണ്, അല്ല? അവരുടെ ടെൻഷൻ നമ്മൾ വിചാരിക്കും ഇവന് ഏറ്റവും വലിയ പണക്കാരനായാൽ ഇനി ഇവന് വേറെ അതൊന്നും ചിന്തിക്കാണ്ട്, നമ്മളെപ്പോലെ ഇനിയിപ്പോൾ വലിയ വലിയ കാര്യം ചിന്തിക്കേണ്ടതില്ലല്ലോ. നമുക്കിപ്പോൾ വീടെടുക്കണം, അതെടുക്കണം, കാറില്ല, അതിന് അങ്ങനെയൊക്കെ പ്രയാസമാണ്. സാധുക്കൾ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷേ ഈ ദുനിയാവ് കൽബിൽ കൊണ്ട് നടക്കുന്ന വലിയ പണക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അല്പം കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ആ ഫോക്സ് മാഗസിൻ ഇല്ലാതായി പോകുന്നൊക്കെ അവൻ്റെ ചിന്ത ഉണ്ടാവുക. കാരണം ലോകത്തിൽ ഏറ്റവും പണക്കാരുടെ ലിസ്റ്റിൽ വരുന്ന ഏറ്റവും ലോകത്ത് 5 ആൾക്കാർ അല്ലെങ്കിൽ ലോകത്ത് ഇത്ര ആൾക്കാർ, ആ ലിസ്റ്റിൽ ഇങ്ങനെ സ്ഥിരമായി വരുന്നതിൽ ഒന്ന് താഴെ വരുന്നവന് വലിയ പ്രയാസമായിരിക്കും. ഇതിൻ്റെ ഇപ്പോൾ ഇത്ര ഉണ്ട്, ഇപ്പോൾ ഒരു 100 കോടി ആസ്തിയാണ് ഉള്ളത്. ഇപ്പം 100 കോടി ആസ്തിയിൽ ഞാൻ താഴെ പോയാൽ ഞാൻ ഔട്ടായി, അല്ലെങ്കിൽ അത്ര എനിക്ക് ആ ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്, അതിൽ ഞാൻ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ ഞാൻ ഈ ലെവലിൽ ജീവിച്ചാണ്, അതിൽ അല്പം കുറയാൻ അത് സാധിക്കുകയില്ല എന്ന രൂപത്തിലാണ് അവർക്ക് വരിക. എന്നാൽ ആ സമ്പത്തിനെയോ ആ ദുനിയാവിനോ കൽബിൽ കൊടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് റാഹത്തുണ്ടാകും. അവൻ്റെ കൽബിനാകട്ടെ അവൻ്റെ ശരീരത്തിനാകട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് റാഹത്ത് കൊടുക്കുന്നതായിരിക്കും എന്നാണ്. അപ്പോൾ ഭൗതിക വിരക്തി കാണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ഒരാൾക്ക് സമ്പാദിക്കാം. ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് വിരക്തി കാണിച്ചാൽ ജനങ്ങളുടെ ഇഷ്ടവും ഒരാൾക്ക് സമ്പാദിക്കാം എന്നുള്ള വളരെ മഹത്തരമായ ഒരു ഗുണപാഠമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല അവൻ്റെ മഹത്തായ ഉദാരത്തിനാൽ വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.